ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈയിടെയായിട്ട് ന്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീൽസിലൊക്കെ കാണുന്ന നമ്മുടെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനാണ്, തിരഞ്ഞെടുപ്പാണ്, പുള്ളി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് തീരെ യോജിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആസ് എ വിമൻ, ആസ് എ ഫെമിനിസ്റ്റ്, ആസ് എ മദർ, എനിക്ക് ഇയാളോട് 2-3 കാര്യങ്ങൾ പറയണം, എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇയാളുടെ പേര് ഞാൻ യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ദേഷ്യം വരും. എനിക്ക് എൻ്റെ എനർജി സേവ് ചെയ്യേണ്ട ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല. പിന്നെ ഇയാളുടെ പേര് പറഞ്ഞ് ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ആളാരാണെന്ന് മനസ്സിലായി കാണും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് അരി ആട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പോയിട്ട് പ്രസവിച്ചിട്ട് വന്നിട്ട് പിന്നെയും അരിയാട്ടും. ഓക്കെ, ഇത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യത്തെയാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഭയങ്കര പ്രശ്നമാക്കി മാറ്റിയതും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പ്രോബ്ലമാക്കി മാറ്റിയതും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. My problem with the whole statement is that it is a man's opinion on women's body and women's health. If you don't have a uterus, please keep your opinions to yourself. പണ്ടത്തെ കാലത്തെ ആണുങ്ങൾ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ കാരണമാണ് പെണ്ണുങ്ങൾ എങ്ങനെ ഉടുപ്പിടണം, പെണ്ണുങ്ങൾ എന്ത് ജോലി ചെയ്യണം, പെണ്ണുങ്ങൾ എങ്ങനെ നടക്കണം, സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ എഴുതി വെച്ചത്. അതൊക്കെ ബ്രേക്ക് ചെയ്ത്, ആ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പെണ്ണുങ്ങൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ ആളുകൾ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ബോയിൽ ചെയ്യുന്ന ദേഷ്യമാണ്. ഇതിൻ്റെയൊക്കെ എഗെയിൻസ്റ്റ് 3 ഫേസസ് ആയിട്ട് വിമൻ വന്ന് കഷ്ടപ്പെട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത റൈറ്റ്സ് ഇതുപോലത്തെ ആൾക്കാർ വന്നിരുന്ന് ഇങ്ങനത്തെ മണ്ടത്തരം വിളിച്ച് പറയുമ്പോഴത്തേക്കും ഏത് പെണ്ണുങ്ങൾക്കാണെങ്കിലും കുറച്ചെങ്കിലും സ്വാഭിമാനം, കുറച്ചെങ്കിലും സ്വന്തം പെണ്ണാണെന്നുള്ള രീതിയിലുള്ളൊരു അഭിമാനമുള്ള ഒരു പെണ്ണുങ്ങൾക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല. ആണുങ്ങളുടെ അടിമയായിട്ട് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ അണ്ണം പറയുന്നത് ശരിയാണെന്നേ പറയത്തുള്ളൂ, അല്ലേ? പക്ഷേ എനിക്ക് it's not acceptable, and I know that there are so many women out there who might think that this is problematic.